ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇത് ബിലി പ്രൊഫഷണൽ മേക്കപ്പ് ബ്രഷസ് സെറ്റാണ്. ഇതിൽ നമുക്ക് 30 ബ്രഷസ് ആണ് അവൈലബിൾ. മേക്കപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് ബ്രൈഡ്സിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ ഹൈ എൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ബട്ട് നമുക്ക് അത് ശരിയായ ടൂൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഹൈ എൻഡ് പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും ആൻഡ് നമുക്ക് പെർഫെക്റ്റ് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. ഹായ്, ദിസ് ഈസ് അസീന ഹുസൈൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ മേക്കപ്പ് ബ്രഷസ് സെറ്റിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമേ കാണുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായി ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ഇതിൽ നമുക്ക് ഒന്നും രണ്ടും അല്ല 30 മേക്കപ്പ് ബ്രഷസ് ആണ് നമുക്ക് ഈ കിറ്റിൽ വരുന്നത്. സോ ഇത്രയും ബ്രഷസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 1 ഡേ 2 or 3 ബ്രൈഡ്സിൻ്റെ മേക്കപ്പ് ചെയ്യാൻ കഴിയും. എല്ലാം വളരെ ഹൈ ക്വാളിറ്റി റിസൾട്ട്സ് ആണ്. ആൻഡ് നമ്മൾ സിംഗിൾ ബ്രഷസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് ബ്രഷസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ 5 ബ്രഷസിന് 999 റുപ്പീസാണ്. വെറ്റ് ആൻഡ് വൈൽഡ് 1 സിംഗിൾ ബ്രഷിന് 350. റിയൽ ടെക്നിക്സ് നമ്മൾ ഐ മേക്കപ്പ് ബ്രഷസ് 3 എണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ 750 റുപ്പീസ്. സോ ഓരോ സിംഗിൾ ബ്രഷും നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും പ്രൈസ് വരുന്നുണ്ട്. ബട്ട് നമുക്കിത് ബിലോ ബഡ്ജറ്റ് മീൻസ് ഇത് ബിഗിനേഴ്സിനും വളരെ ഈസിയായി പർച്ചേസ് ചെയ്യാം. ബട്ട് ഇത്രയും ബ്രഷസ് ബിഗിനേഴ്സിന് യൂസ്ഫുൾ അല്ല. ബട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. സോ 1 ഡേ നമുക്ക് ഇത്രയും ബ്രഷസ് ഉണ്ടെങ്കിൽ 3 മേക്കപ്പ് ലുക്സ് മീൻസ് 3 ബ്രൈഡ്സിന് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയും. ബിഗിനേഴ്സാണ് ഈ ബ്രഷസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓരോ ബ്രഷ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് മസ്റ്റ് അറിഞ്ഞിരിക്കണം. മേക്കപ്പ് ആർട്ടിസ്റ്റുകളെങ്കിൽ ഒരിക്കലും ആവശ്യമില്ല, അവർ ഡെയിലി എന്തായാലും യൂസ് ചെയ്യാറുണ്ട്. 30 ബ്രഷസ് ആണ് നമുക്ക് ഈ പാക്കിൽ വരുന്നത്. 2 ഷെയ്ഡ്സ് ആയിട്ടാണ്. എല്ലാ ബ്രഷസിൻ്റെ ഹാൻഡിൽ ബ്ലാക്ക് തന്നെയാണ്. ബട്ട് ചില ബ്രഷിൻ്റെ ബ്രിസിൽസ് എന്ന് പറയുന്നത് ഐവറി കളറാണ് ആൻഡ് ചിലത് ഗ്രേ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. നമുക്കിതിൽ ഫൗണ്ടേഷൻ, കൺസീലർ, കോമ്പാക്റ്റ്, പൗഡർ, ബ്ലഷ് ആൻഡ് കോൺടൂർ, ഐ മേക്കപ്പ് ചെയ്യാൻ, ലിപ്സ് ഫിൽ ചെയ്യാൻ എല്ലാ ടൈപ്പ് ബ്രഷസ്, അതുപോലെ തന്നെ നമുക്ക് ഗ്ലിറ്റർ ഐ മേക്കപ്പ് ആയാലും നോർമൽ ഐ മേക്കപ്പ് ആയാലും ഏത് ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷസാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ബ്രിസിൽസ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ലുക്കാണ്. നമുക്ക് ജസ്റ്റ് ലൈക്ക് നമ്മൾ യൂറോ പാരീസിൻ്റെ ബ്രഷസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീലാണിത്. സോ ഫസ്റ്റ് വൺ ഈ ഫൗണ്ടേഷൻ ബ്രഷ് നമുക്ക് ഇതുപോലെ ഫൗണ്ടേഷൻ ഇതുപോലെ ടാപ്പ് മോഷനിൽ അപ്ലൈ ചെയ്യാം. ആൻഡ് സ്മജ് ബ്രഷ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്രീസ് ലൈനിൽ ആൻഡ് ലോവർ ലാഷസിൽ നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബ്രഷസാണിത്. ആൻഡ് ഇതും നമുക്ക് സ്മോൾ സ്മജ് പ്രൂഫ് ബ്രഷാണിത്. ഈ ബ്രഷ് സെറ്റിൽ നമുക്ക് ബ്രഷസ് എല്ലാം സ്മജ് ബ്രഷ് എങ്കിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിൽ. സോ ഇത് 3rd വൺ സ്മജ് ബ്രഷാണ്. ഇത് നമുക്ക് ഇന്നർ കോർണറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഫ്ലാറ്റ് ബ്രഷ് കൺസീലർ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് നമുക്ക് ഇതുപോലെ തന്നെ ബിഗ്, സ്മോൾ, മീഡിയം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ആൻഡ് ഇത് ടൈനി സ്മോൾ ബ്രഷാണ് ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാൻ ലൈനർ ബ്രഷായിട്ട് അപ്ലൈ ചെയ്യാൻ. ആൻഡ് ഇത് നമ്മുടെ ഫാൻ ബ്രഷ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രഷ് കണ്ടാൽ തന്നെ അവർക്ക് എല്ലാവർക്കും അറിയും ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്നതെല്ലാം ബിഗിനേഴ്സിനാണ്. ആൻഡ് ഐ മേക്കപ്പ് ചെയ്യാൻ നമ്മുടെ ഫ്ലഫി ബ്രഷ്, നമ്മുടെ ക്രീസ് ബ്രഷ്, സ്മജ് ബ്രഷ് എല്ലാം വളരെ പെർഫെക്റ്റ്. ആൻഡ് ഇതിൻ്റെ ബ്രിസിൽസ് സോഫ്റ്റാണ്. ആൻഡ് നമ്മൾ കോൺടൂർ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷ് നമുക്ക് ക്രീം കോൺടൂർ അതുപോലെ തന്നെ പൗഡർ കോൺടൂർ ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. കോൺടൂർ അപ്ലൈ ചെയ്യേണ്ട ബ്രഷിൻ്റെ ആംഗിൾ ഷേപ്പ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് കോൺടൂർ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷാണ്. നോസ് കോൺടൂർ ചെയ്യാൻ, നമ്മുടെ ചീക്ക് ബോൺസ്, ജോലൈൻ കോൺടൂർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ നെറ്റ് ക്യാപ്പ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഷിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അത് അതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഈ നെറ്റ് ക്യാപ്പ് വളരെ യൂസ്ഫുള്ളാണ്. സോ അത് നിങ്ങൾ ഒരിക്കലും ഡിസ്കാർഡ് ചെയ്യരുത്. ആൻഡ് ഇതും നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. പ്രൈസ് റീസണബിളാണ്. നിങ്ങൾക്ക് നൈക്കാൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ആമസോൺ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഈ ബ്രഷ് നമ്മുടെ ഐബ്രോസ് കോം ചെയ്യാൻ, നമുക്ക് ഐലൈനർ വരയ്ക്കാനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ബ്രഷാണ്. ബ്രഷസ് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രഷസാണ് എന്നുള്ളത്. സോ ഈ ബ്രഷ് നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാം. കോമ്പാക്ട് പൗഡർ ആയാലും ലൂസ് പൗഡർ ആയാലും, ബ്ലഷ് എന്ന് പറയുന്നത് ക്രീം ബ്ലഷ് ആയാലും പൗഡർ ബ്ലഷ് ആയാലും നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം.
സോ പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് മാത്രം മതി. അത് യൂസ് ചെയ്തിട്ട് തന്നെ കോൺടൂർ, ബ്ലഷ് ആൻഡ് ഫൗണ്ടേഷൻ എല്ലാം ചെയ്യാൻ ഒരു ബ്രഷ് മാത്രം മതി. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രഷസ് അവൈലബിൾ ആണ്. ഈ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ക്രീസ് ലൈനിൽ ബ്രഷ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലഫി ബ്രഷ് ടൈപ്പാണ്. ആൻഡ് അതുപോലെ തന്നെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് ഫാൻ ബ്രഷിൻ്റെ പകരമായി ഇത് യൂസ് ചെയ്യാം. കാരണം ഹൈലൈറ്റർ എന്ന് പറയുന്നത് ബിഗ് ബ്രഷസ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതല്ല, നമുക്ക് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളൂ. സോ അതിന് ഏറ്റവും ചെറിയ ബ്രഷസ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പെർഫെക്റ്റായി ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ആൻഡ് നെക്സ്റ്റ് ഈ ബ്രഷ് നമുക്ക് മേക്കപ്പ് ചെയ്യാനല്ല, മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബ്രൈഡ്സിൻ്റെ ഫേസ് പ്രീപ്പ് ചെയ്യാൻ, പ്രൈമർ അപ്ലൈ ചെയ്യാൻ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബ്രഷ് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ബ്രിസിൽസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സോഫ്റ്റാണ്. സോ മോയ്സ്ചറൈസർ, സീറം അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യാവും. സോ ഇപ്പോൾ നമ്മൾ കുറച്ച് ബ്രഷസ് നോക്കിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ആൻഡ് ഐവറി ഷെയ്ഡ്സിലുള്ള ബ്രഷസ് നോക്കാം. ഈ 2 സെറ്റ്സിലെ ബ്രഷസ് എല്ലാം സെയിം അല്ല, കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് ഐ മേക്കപ്പ് ബ്രഷസ് കുറച്ച് കൂടുതലാണ്. സോ നിങ്ങളുടെ വാനിറ്റിയിൽ നിങ്ങൾക്ക് വളരെ ക്യൂട്ടായി അറേഞ്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം, ഒരു ദിവസം ഈ കളർ യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് രണ്ടും മിക്സ് ചെയ്ത് കൊണ്ടുപോകാം, കുറച്ച് ഫാഷനായിരിക്കട്ടെ. ഇവയെല്ലാം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ, ഇന്നർ കോർണർ ക്ലിയർ ചെയ്യാൻ, നമ്മുടെ ഐബ്രോ ബ്രോബോണിൻ്റെ നമ്മുടെ ഐബ്രോസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രോബോൺ ഹൈലൈറ്റ് ചെയ്യാൻ എല്ലാത്തിനും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പ് ബ്രഷസ് ആണ് ഇവയെല്ലാം. ബ്രൈഡൽ മേക്കപ്പിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു വർക്കാണ് ഐബ്രോ ഫിൽ ചെയ്യുക ആൻഡ് ഐ മേക്കപ്പ് ചെയ്യുക. ഐബ്രോ ഫിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ചില ബ്രൈഡ്സിന് നമുക്ക് വളരെ തിൻ ഐബ്രോസ് ആയിരിക്കും, ചില ബ്രൈഡ്സ് ഒരിക്കലും ഐബ്രോ ത്രെഡിങ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അതൊരു ടാസ്ക്കാണ്. അതേപോലത്തെ ഐ മേക്കപ്പ് ഹുഡഡ് ഐസ് ആണ് നമുക്ക് കിട്ടണതെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ. സോ അതിനെല്ലാം ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഈ ബ്രഷസ്. ആൻഡ് ഇതിൽ ഈ പൗഡർ ബ്രഷ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത ഏത് ഹൈ ബ്രാൻഡ് ഫൗണ്ടേഷൻ ആയാലും ശരി, അത് സെറ്റ് ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ പൗഡർ ബ്രഷസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഷസിൻ്റെ ബ്രിസിൽസ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത് 1 ഡേ ഒരു ബ്രൈഡ്സിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ നിങ്ങൾ അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാവൂ. ഒരിക്കലും നമ്മുടെ ബ്രഷസ് ഡ്രൈ ആവാതെ നിങ്ങളത് ബാഗിൽ ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കരുത്. നമ്മുടെ ഐ മേക്കപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിലും, നമ്മുടെ ഐലൈനർ ക്ലിയർ ചെയ്യണമെങ്കിലും, നമ്മുടെ വിങ്ഡ് ഐലൈനർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുള്ളൂ, നമ്മുടെ ലിപ്സ് ഡിഫൈൻ ചെയ്യണമെങ്കിലും, നമുക്ക് ഏത് ടൈപ്പ് മേക്കപ്പിനായാലും ശരി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷസാണ്. ഡയറക്റ്റ് വെബ്സൈറ്റിന് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. സോ നെക്സ്റ്റ് ഷോർട്സിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം.